വീണ്ടും ചില ചക്ക വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചക്ക വെട്ടുന്നതിൻ്റെ വേറെ പുതിയതല്ല, പഴയത് തന്നെ ഒരു രീതി. അതുപോലെ ചക്കയുടെ ഓരോ ഭാഗം കൊണ്ടും എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആണെന്ന്. അപ്പം നമുക്ക് എന്താണ് ചക്കയുടെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. ചക്കയുടെ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ മുറിച്ച ചക്ക നാലാക്കി മുറിച്ച് അതിങ്ങനെ ചെത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോണത് അതിൽ ഈസി ആയിട്ടാണ്. ഇത് ഇങ്ങനെ ചക്ക വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കാം. ചെറിയ പീസുകളാക്കി എടുക്കുമ്പോൾ എളുപ്പമാണ്. ഇങ്ങനെ ചെറിയ പീസാക്കി എടുത്തിട്ട് നന്നാക്കാം. അങ്ങനെ കോണാക്കിയിട്ട് ഇതുപോലെയുള്ള പീസുകളാക്കാം. മറ്റത് വലിയ പീസാക്കിയിട്ട് മുറിക്കുകയായിരുന്നു. ഇത് നമുക്ക് കറി വെക്കാൻ അതിൻ്റെ ഇതിൻ്റെ അടിയിലുള്ള ഭാഗമൊക്കെ എടുക്കാം നമുക്ക്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയ ചെറിയ പീസാക്കി എടുക്കുമ്പോൾ ഈസിയാണ്. ഇതുപോലെയുള്ള പീസുകളാക്കി എടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ പീസാക്കി എടുത്തിട്ട് നമുക്കിത് കറി വെക്കാനുള്ള ഇതെങ്ങനെ നന്നാക്കുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി കറി വെക്കുമ്പോൾ നമുക്ക് ഈ മുള്ളു പോലുള്ള സാധനം കളഞ്ഞ് അതിൻ്റെ അടിയിലത്തെ മടൽ എന്ന് പറയും, അതെടുക്കാൻ പറ്റും. അതെങ്ങനെ എടുക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഇത് ചെത്തിക്കളയാം. ഇത് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നെടുകി കുറുകി ഇങ്ങനെ വെട്ടുക. നെടുകിയും കുറുകിയും വെട്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞിടുക. അപ്പം അത് എരിശ്ശേരിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ തമ്മിൽ നല്ല കൂട്ടിപ്പിടുത്തുണ്ടായിട്ട് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഈ മടൽ ഇതുപോലെ ഇങ്ങനെ ചെത്തിക്കളയുക. നൈസായിട്ട് ചെത്തിക്കളയണം, അല്ലെങ്കിൽ അത് കുറേ ആയിപ്പോയി അതിൻ്റെ ഭാഗങ്ങളൊന്നും കിട്ടില്ല. അതുപോലെ നെടുകയും കുറുകിയും വെട്ടുക. വെട്ടിക്കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ മുറിച്ചിടാം. അപ്പോൾ നമ്മൾ കറി വയ്ക്കുമ്പോൾ 2 or 3 ഇങ്ങനെയുള്ള കഷ്ണത്തിൻ്റെ മടലിട്ട് കഴിഞ്ഞാൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ വെട്ടിയ ചക്കയാണ് അതെല്ലാം പല തരത്തിൽ ഞാൻ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചക്കയുടെ മടൽ എന്ന് പറയും. ആ മുള്ളു പോലുള്ള സാധനത്തിൻ്റെ അടിയിലുള്ളതാണിത്. അത് നമ്മൾക്ക് കറിയിലിട്ടാൽ വളരെ ടേസ്റ്റിയാണ്. അതേപോലെ ഇത് ചുളയുടെ സൈഡിലുള്ള ഞങ്ങളൊക്കെ ചകിണി എന്നാണ് പറയുക. അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് എണ്ണയിൽ വറുത്താൽ നമുക്ക് നല്ലൊരു സ്നാക്സായിട്ട് ഉപയോഗിക്കാം. അത് വറുക്കണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ ചക്കച്ചുള നമുക്ക് എരിശ്ശേരി വയ്ക്കാം, പുഴുക്കുണ്ടാക്കാം, മസാലക്കറി വയ്ക്കാം. അങ്ങനെ എല്ലാറ്റിനും പറ്റുന്നതാണ് ചക്കച്ചുള. അതേപോലെ കുരുവിൻ്റെ ഔഷധ ഗുണത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്ന പോലെ നമുക്ക് പ്ലാവിനെ കൽപ്പവൃക്ഷം എന്ന് പറയാമെന്ന് തോന്നുന്നു. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾക്ക് വളരെ ഉപകാരപ്രദമാണ്, നല്ല ഔഷധ ഗുണമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മളുടെ സംസ്ഥാന ഫലമായിട്ട് ചക്കയെ ഗവൺമെൻറ് അംഗീകരിച്ചത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഈ ചക്ക എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ചക്കച്ചുള നടുക മുറിച്ചിട്ട് ഒരു ചുളയുടെ നടുക കട്ട് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ചക്കയുടെ മടൽ കുറച്ചെടുത്തിട്ടുണ്ട്. ആ മുള്ള് പോലുള്ള ഇതിൻ്റെ അടിയിലുള്ളതാണ് ഈ ചക്കയുടെ മടൽ, കുറച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുരു ഇതുപോലെ ഈസിയായ വഴി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നന്നാക്കി എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു മുറി തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ ഉപ്പും പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇതിലധികം എരിവ് വേണ്ട, അത് കാരണം 1 ടീസ്പൂൺ മതി. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത്. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്, കാരണം അത് വേവ് കുറച്ച് ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ കുക്കറിലാണ് ഞാൻ ഈ എരിശ്ശേരി വെക്കാൻ പോണത്. ഇപ്പോൾ ചുളയും മടലും കുരുവൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതുപോലെ 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഒരു 3 വിസിൽ വരണം എന്നാണ് വിചാരിക്കുന്നത്. 3 വിസിലാണ് ചെയ്യുന്നത്. അതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഗ്യാസിൽ വെക്കാൻ പോവുകയാണ്, കുക്കർ അടച്ചിട്ട്. ഇനി ഈ തേങ്ങ അരയ്ക്കാൻ പോവുകയാണ്. ഈ തേങ്ങയും ജീരകവും ചേർത്ത് ഒരു തരിപ്പായിട്ടേ അരയ്ക്കാൻ പാടുള്ളൂ. എരിശ്ശേരിയിലേക്ക് വല്ലാതെ മയത്തിൽ അരയ്ക്കാൻ പാടില്ല. കുറച്ച് തരിയോട് കൂടിയാണ് തേങ്ങ അരച്ചെടുക്കേണ്ടത്. കുക്കർ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇത് ഇളക്കി നോക്കി. പക്ഷെ അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് വന്നു. അപ്പോൾ അത് തണുത്ത വെള്ളം ഒഴിച്ചാൽ ശരിയായില്ല. അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഞാനിത് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. തിളച്ച വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അത് ഒരു രുചി വ്യത്യാസം ഉണ്ടാവും. നല്ലപോലെ ഉടച്ച് കൊടുക്കണം. കഷ്ണം വെന്തിട്ടുണ്ട്, ഒരു കുറച്ച് വെള്ളം കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയായി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി ഒന്ന് ഉടച്ച് കൊടുക്കും. കുറച്ചൊന്ന് ഉടയ്ക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് 1-2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നല്ലപോലെ കഷ്ണങ്ങളെല്ലാം കൂടി ഒരു നല്ലൊരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അരച്ച് വെച്ച തേങ്ങ ജീരകം അരച്ച് വെച്ചതായിരിക്കും ഒഴിക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാം. ചക്കയെരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഒരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കടുക്, 2 വറ്റൽമുളക്, അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടട്ടെ. ഇത് പൊട്ടിയിട്ടുണ്ട്. ഇനി അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ, അതുപോലെ ചെറിയ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഇതിലിട്ട് മൂപ്പിക്കണം. അത് എരിശ്ശേരിക്ക് നല്ലതാണ്. അങ്ങനെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട എരിശ്ശേരി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് മൂപ്പിച്ചിട്ട് ഈ കറിയിലേക്ക് കൊട്ടാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇത് ഒന്ന് വെച്ച് നോക്കണം. ചക്ക ഒന്നും വേസ്റ്റ് ആക്കരുത്. നല്ല ഒരു രുചിയുള്ള ഒരു വിഭവമാണ് ചക്ക എരിശ്ശേരി. അപ്പോൾ ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന നല്ലൊരു വിഭവം. നോക്കൂ, നല്ല സ്വാദുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. ഇനി ഇത് ഞാൻ ചക്കച്ചോള വറുക്കാൻ പോവുകയാണ്. ചക്കയുടെ ഏറ്റവും വലിയ ഒരു നല്ല വിഭവമാണ് ചക്കച്ചോള. ഈ ചക്കച്ചോള വറുക്കുമ്പോൾ നമ്മൾ ഈ ചോള വളരെ കലാപരമായിട്ട് വേണം നുറുക്കാൻ.
ഈ ചുളയുടെ ഈ ഇതുപോലെ മോൾ ഭാഗവും അടിഭാഗവും കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ ആ ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഒരേപോലെ കനുള്ള ഇത് എടുക്കാവൂ, അല്ലെങ്കിൽ അത് വേവ് വ്യത്യാസം വരും. അടിഭാഗവും മോൾ ഭാഗവും കുറച്ച് കൂടുതൽ കട്ടി ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒരേ വലിപ്പത്തിൽ വേണം നുറുക്കാൻ. എന്നാലാണ് ഒരേ വേവ് കിട്ടുള്ളൂ. ഒരേ വലിപ്പത്തിൽ നുറുക്കിയെടുക്കണം. എന്നാൽ വറുക്കുമ്പോൾ പ്രയാസം ഉണ്ടാവില്ല. ചുള കനമില്ലാത്ത ചക്കയാണ് വറുക്കാൻ നല്ലത്. ഇത് ചുള കനമില്ലാത്ത ചക്കയാണ്. അപ്പോൾ അത് നുറുക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേകത പറയുന്ന അടിഭാഗവും മുകൾ ഭാഗവും ഇതുപോലെ കട്ട് ചെയ്യണം. എന്താ വെച്ചാൽ അവിടെ ഇത്തിരി കനം കൂടുതലായിരിക്കും. അപ്പോൾ അത് എല്ലാ ഭാഗത്തെ പോലെ ഒരേപോലെ വേവില്ല. അപ്പോൾ ആ ഭാഗങ്ങൾ ഇതുപോലെ എടുത്ത് മാറ്റണം. അത് വല്ല കറി വയ്ക്കുമ്പോൾ അതിലിട്ടാൽ മതി. ഇതുപോലെ വെച്ചിട്ട് ഒരേ വീതി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കണം. അപ്പോൾ വറുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഞാൻ ചക്ക വറുക്കാൻ പോവുകയാണ്. ഞാൻ അതിന് ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ലപോലെ ചൂടായപ്പോൾ ഞാൻ കുറച്ച് ചക്ക ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിത് എല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിലാണ് നുറുക്കിയിട്ടുള്ളത്. എങ്കിലും അത് നന്നായിട്ട് ഒരേപോലെ വേവുള്ളൂ. അപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് താഴ്ത്തി കൊടുക്കാം. ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഒഴിവ് സമയത്ത് വറുത്ത് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാം. പുറത്തുനിന്ന് വാങ്ങുന്ന എണ്ണയൊക്കെ വളരെ മോശമായിരിക്കും. അവർ എണ്ണയൊക്കെ ഉപയോഗിച്ചതിൽ തന്നെ ആയിട്ട് ഉപയോഗിക്കുക. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം നമുക്കിത് ഒരുവിധം 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. ഇതിന് ഉപ്പ് ഇടാൻ വേണ്ടി ഞാൻ ഇത്തിരി ഉപ്പ് വെള്ളം ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 സ്പൂൺ ഉപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ച് വെക്കണം. ഇനി ആ ഉപ്പ് വെള്ളം ഇതിലേക്ക് ചുറ്റും. നല്ലോണം മൂക്കട്ടെ, ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് ഞാൻ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കി. അപ്പോൾ അതിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഒരുവിധം. ഒരു 2 മിനിറ്റ് കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇളം മഞ്ഞ നിറം വരും. അത് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്പി ആവും തോന്നുന്നു. ഏകദേശം എടുക്കാറായിട്ടുണ്ട്. ഞാനത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കാൻ നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇനി ഞാൻ ഈ സാധനം വറുക്കാൻ പോവാണ്. ചക്കയുടെ ചകിരി എന്നാണ് പറയുക. ഇത് നോക്കൂ, ഇത് നല്ലൊരു സ്നാക്സായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം.